കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള കാരണം, എൻ്റെ സഭാശുശ്രൂഷയുടെ കാലയളവിൽ ഒരുപാട് വിശ്വാസികളായ പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില സംശയങ്ങൾ, അവരുടെ മനസ്സിലേക്ക് വന്ന ചില ധാരണ പിശകുകൾ, അതിനെ ഒന്ന് മാറ്റി വിശുദ്ധ തിരുവചനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നതിനെ വളരെ ലളിതമായിട്ട് ചില വാക്കുകളിൽ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ സഭാശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അന്യഭാഷ പ്രാപിച്ചിട്ടില്ലാത്ത പല പ്രിയപ്പെട്ടവർ പല സന്ദർഭങ്ങളിൽ വന്ന് എൻ്റെ അടുക്കൽ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അഭിഷേകം ഇല്ലയോ? ഇപ്പം തന്നെ നമ്മുടെ സഭയിൽ നടക്കുന്ന പല ഉപവാസ പ്രാർത്ഥനകളിൽ, മറ്റ് ശുശ്രൂഷകളിൽ ക്ഷണിക്കപ്പെട്ടു വരുന്ന ദൈവദാസന്മാർ, അതുപോലെ തന്നെ പ്രവാചകന്മാർ ഒക്കെ ശുശ്രൂഷിക്കുന്ന വേളകളിൽ പാട്ടുപാടുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത് അന്യഭാഷയായി ആ വരം ലഭിച്ചിട്ടുള്ളതായ പ്രിയപ്പെട്ടവർ ആ വരത്തിൽ അന്യഭാഷയിലൊക്കെ ആരാധിക്കുമ്പം അന്യഭാഷയുടെ വരം ലഭിക്കാത്ത പ്രിയപ്പെട്ടവർ ആ സമയത്ത് ശാന്തരായി നിൽക്കുകയോ കരങ്ങളടിച്ച് പാട്ട് പാടുകയോ ചെയ്യുമ്പം അവരെ പ്രത്യേകം നോട്ട് ചെയ്യുകയും അവരുടെ സമീപത്ത് നിന്ന് അവരുടെ ചെവിയിൽ അവരുടെ തലയെ കൈവച്ചുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പെന്തക്കോസ്തിൽ തന്നെ ജനിച്ച് വളർത്തപ്പെട്ട് ദീർഘവർഷങ്ങൾ സഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന അനുഗ്രഹമായിട്ടുള്ള കുടുംബങ്ങൾ, വിശ്വാസികൾ ഒക്കെ തന്നെ പലപ്പോഴും അവരുടെ ഉള്ളിൽ വന്നിട്ടുള്ള സംശയങ്ങൾ, അത് പലപ്പോഴും ചോദ്യങ്ങളായിട്ട് എൻ്റെ അരികിൽ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ അലോസരമായി അവർക്ക് തോന്നുവാനും ഇടയായിട്ടുണ്ട്. എങ്കിലും ചിലരെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് ഈ ചോദ്യകർത്താവിന് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അതിൻ്റെ വരങ്ങൾ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നിവയെക്കുറിച്ചൊരു ശരിയായ ധാരണ ചോദ്യകർത്താവ് ഇല്ലാത്തതുകൊണ്ടും പലപ്പോഴും അത് കേൾവിക്കാർക്ക് വളരെയധികം ചിന്താകുലതയും പ്രയാസങ്ങളുമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അഭിഷേകം എന്നാൽ അന്യഭാഷയോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ചില വ്യക്തികളെ പരിചയപ്പെടുത്തിക്കൊണ്ട്, ചില സാഹചര്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്താണ്, അതിൻ്റെ ഒരു തിരിച്ചറിവിന് വേണ്ടി ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന ഒരു ചിന്ത, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേം വിട്ടുപോകാതെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയും അതിനെ പ്രാപിക്കുകയും ചെയ്യണം. ഞാൻ കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളായി തീരുവാൻ തൊക്കെ നമ്മുടെ തീരും. ഇപ്പോൾ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ശിഷ്യഗണങ്ങൾ, അവരോട് ചേർന്നിട്ടുള്ളതായ ഏകദേശം 120 പേര് വരുന്ന ഒരു സംഘം, അവർ സെഹിയോൻ മാളികയിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നു. പെന്തക്കോസ്ത് പെരുന്നാൾ ദിനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അത്യന്ത ശക്തി അവരുടെ മേൽ വരികയും അവർ അന്യഭാഷകളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഈ വലിയ ശബ്ദത്തെങ്കിൽ അവിടെ ഓടിക്കൂടിയ പെരുന്നാളിന് യെരുശലേം ദേവാലയത്തിൽ എത്തപ്പെട്ടതായ പലരും ഈ സഹ്യോൻ മാളിക, നമുക്കറിയാം ഒലിവുമലയുടെ ഏകദേശം മധ്യഭാഗം കഴിഞ്ഞ പൊക്കത്തിലിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ മാളികയുള്ളത്. അപ്പോൾ ഇത് അടിവാരത്ത്, കെദ്രോൻ തോടിന് ശേഷമുള്ള അടിവാരത്തിലാണ്, അക്കരെയാണ് യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ മലമുകളിൽ സഹ്യോൻ മാളികയിൽ ഇത്രയും പേർ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നതിൻ്റെ ശബ്ദം വളരെ താഴെ കേൾക്കുവാൻ തൊക്കൊണ്ടും ഇടയാത്തീരും. അങ്ങനെ അവിടെ പെരുന്നാളിന് വന്നിട്ടുള്ളതായ ആൾക്കാർ ഇവിടെ കടന്നു വന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ ശബ്ദത്തിൻ്റെ പിറകിൽ? അപ്പോൾ അവർ പലരും പല സ്ഥലങ്ങളിലേക്ക് ചിതറപ്പെട്ടു പോയി. അവിടുത്തെ പ്രാദേശിക ഭാഷകൾ അവർക്കറിയാം. അപ്പോൾ അവിടെ വന്നപ്പോൾ അവരുടെ ഭാഷകളിൽ ഇവരൊക്കെയും ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ, മർമ്മങ്ങളെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് അന്നു മുതൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെ പരിശുദ്ധാത്മ സ്നാനം എന്നതിനെക്കുറിച്ച് യോഹന്നാൻ സ്നാപകനാണ് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത, ഒരു പെന്തക്കോസ്ത് വിശ്വാസി അവൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ, അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ അത് അന്യഭാഷയാണ്. അപ്പം അന്യഭാഷ പറയുവാൻ വരമില്ലാത്ത, അല്ല ദൈവം അവനെ പരിശുദ്ധാത്മാവ് നിറച്ചപ്പോൾ ഈ ഭാഷയുടെ വരമല്ല കൊടുത്ത് മറ്റൊരു വരമാവാം, അല്ല മറ്റൊരു ഫലമാകാം. അതില്ലാതെ നിൽക്കുന്ന ഒരാൾ എന്തോ ഒരു കുറ്റവാളിയെപ്പോലെ ഇത്രയും വർഷമായിട്ടും പെന്തക്കോസ്തിൽ ജനിച്ച് വളർത്തപ്പെട്ടിട്ടും വർഷങ്ങളായി ആരാധനയിൽ പങ്കെടുത്തിട്ടും പ്രത്യേകിച്ച് ആ വ്യക്തിയിൽ പറയത്തക്ക ന്യൂനതകളൊന്നും കാണാൻ ഇല്ലാതിരുന്നിട്ടും അവർക്ക് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മളൊരു വിലയിരുത്തൽ നടത്തുകയാണ്, നമ്മളൊരു മാർക്ക് അങ്ങിടുകയാണ്, അവർക്ക് അഭിഷേകമില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ അവിടെ ശുശ്രൂഷയ്ക്ക് വരുന്നത് ഏറിവെങ്ങും പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ നോട്ട് ചെയ്യുകയും ഓടി വന്ന് അവരെ തലയിൽ കൈവച്ചുകയും പ്രാർത്ഥിക്കുകയും ചിലരുടെയൊക്കെ ചെവിയിൽ ചിലത് പറഞ്ഞു കൊടുക്കുകയും, ഒരുപക്ഷെ അവർ പറയുന്ന അന്യഭാഷയായിരിക്കാം, പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുകയും പേപ്പറിൽ എഴുതി കൊടുത്ത് പറയിപ്പിക്കുകയും ചെയ്യുന്ന വരെ സംഭവങ്ങൾ ഒരു ശുശ്രൂഷകൻ എന്നാൽ 22 വർഷത്തെ എൻ്റെ സഭാ ശുശ്രൂഷ പരിചയത്തിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പൽക്കാലം നമ്മൾ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്തിലുള്ളതായ ദൈവസഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ ലേഖനം 12, 13, 14 എന്നീ അധ്യായങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളാകുന്ന വരങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ വളരെ സവിസ്തരമായിട്ട് നമ്മോട് വളരെ വ്യക്തമായിട്ട് ഏതൊരു വ്യക്തിക്ക് വായിച്ചാലും മനസ്സിലാകാൻ കഴിയുന്ന ഭാഷയിൽ, ശൈലിയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതിന് പ്രത്യേകിച്ചൊരു വ്യാഖ്യാനമോ പ്രത്യേകിച്ചൊരു പഠിപ്പീരിൻ്റെ തന്നെ ആവശ്യമില്ല. ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഭാഷയിൽ അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഭാഷയിൽ ചില ഉദാഹരണങ്ങൾ സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ പലരും അത് മനസ്സിലാക്കാതെ പോകുന്നു. അപ്പോൾ തന്നെ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ മാത്രമല്ല, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22, 23 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പം ഈ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിലെ കർത്താവായിരിക്കുന്ന ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നമുക്ക് ഉണ്ടാകേണ്ട നമ്മുടെ വരങ്ങൾക്കതീതമായ ഫലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഞാൻ ഈ പ്രാരംഭ പാർട്ടിൽ 1-ാമത്തെ ഭാഗത്ത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ സമയത്ത് പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോൾ, പ്രാരംഭമായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ, ഒരുവന് യേശു കർത്താവെന്ന് വിശ്വസിക്കുവാനും അത് ഏറ്റുപറയുവാനും കഴിയുന്ന തന്നെ അവനെ പ്രാപ്തനാക്കും തന്നെ അവനിൽ അല്ലെങ്കിൽ അവളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് 12-ാമത്തെ അധ്യായത്തിൻ്റെ
മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പം പ്രിയമുള്ളവരെ, ഒരു വ്യക്തി യേശുവിനെ രക്ഷകനായി, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നത് തന്നെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് അല്ലെങ്കിൽ ശക്തി കൊണ്ടാണ്. ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തൃത്വത്തെക്കുറിച്ച് പഠിക്കണം. ഞാൻ അതിലേക്ക് വിശാലമായിട്ട് പോകുന്നില്ല. അതൊരു വലിയ മിസ്റ്ററിയാണ്. തൃത്വം, പിതാവ്, പുത്രന്, പരിശുദ്ധാത്മാവ്. അതിന് നമ്മൾ ത്രിയേക ദൈവം എന്ന് പറയുന്നു. ഇതൊരു ഊർജ്ജമോ എന്തെങ്കിലും ഒരു ശക്തിയിൽ, ഇതൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, നിങ്ങൾ വേദനിപ്പിക്കരുത്. അപ്പം ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് തൃത്വത്തിൽ ഒരുവനായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ്. അതൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖിപ്പിക്കുവാനും വേദനിപ്പിക്കുവാനും പരിഹസിക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെ കഴിയുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 12-ാമത്തെ അധ്യായം പൗലോസ് ആരംഭിക്കുന്ന, സഹോദരന്മാരെ, ആത്മിക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പറഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ഭാഗത്ത് പറയുകയാണ്, 3-ാം അധ്യായം എൻ്റെ 3-ാമത്തെ വാക്യം അവസാന ഭാഗത്ത്, ഒരുവന് യേശുവിനെ കർത്താവെന്ന് പറയുവാൻ, യേശുവിനെ കർത്താവെന്ന് ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ, അവൻ്റെ ദൈവമായി സ്വീകരിക്കുവാൻ കഴിയുന്നത് തന്നെ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവ് ഒരുവനിൽ വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എല്ലാവരും അത് അന്യഭാഷ എന്നൊരു ഒരു ഭാഷയിലൂടെ സംസാരിക്കുകയല്ല. അന്യഭാഷ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം കഴിക്കുകയാകുന്നു. തനിക്ക് തന്നെയാണ് ആത്മീക വർധന വരുത്തുന്നത്. തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ സഭയിലേക്ക് വരുമ്പോൾ താൻ പറയുന്നുണ്ട്, സഭയിൽ എല്ലാവരും ഇങ്ങനെ അന്യഭാഷയെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് മറ്റു പലർക്കും മനസ്സിലാകത്തില്ല. അവിടെ ഇതിനെ വ്യാഖ്യാനിക്കുക, നമ്മുടെ ഭാഷയിലേക്ക് വ്യാഖ്യാനം ഇല്ലാതിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ചില വാക്യങ്ങൾ ഒന്ന് വായിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീരപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ, രണ്ട് വ്യക്തികളെ ഞാൻ എടുത്തിട്ട്, ഒരാൾത്തിന് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അവന് ജ്ഞാനത്തിൻ്റെ ആ കൃപ ലഭിച്ചു. ഒരുത്തിന് അത് ജ്ഞാനത്തിൻ്റെ, മറ്റൊരുത്തിന് അതേ ആത്മാവിന് പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, അവന് വിശ്വാസം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവന് ഭാഷയൊന്നും പറയുന്നില്ല, പക്ഷെ അവനിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് നൽകിയ വരം അവൻ്റെ വിശ്വാസവർദ്ധനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുള്ള വരം. എല്ലാവർക്കും ആ വരമില്ല. അപ്പോൾ അന്യഭാഷ പറയണമെന്നില്ല. നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ശിഷ്യന്മാരും ഒക്കെ ഭൂതബാധിതരെ, രോഗികളെ, കുടുംബന്മാരെ സൗഖ്യമാക്കുമ്പം നസ്രാനായ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കാമെന്ന് പറഞ്ഞുള്ളൂ. അവരവിടെ അന്യഭാഷ പറഞ്ഞതായിട്ടോ അത് എഴുതി വെച്ചായിട്ടോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അവർ ദൈവം കൊടുത്തിരിക്കുന്ന ആ അഭിഷേകത്തിൻ്റെ വരത്തിൽ നീ സൗഖ്യം പ്രാപിക്കുക, യേശുക്രിസ്തു നാമത്തിൽ നീ ശുദ്ധമാകുക, നീ സൗഖ്യം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അവിടെ രോഗി ശുദ്ധമാകുന്നു, രോഗി സൗഖ്യമാകുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന വരം അത് അങ്ങനെയാണ്. മറ്റൊരുത്തിന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുത്തിന് പ്രവചനം, മറ്റൊരുത്തിന് പലവിധ ഭാഷകൾ, മറ്റൊരുത്തിന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഈ വാക്യം പ്രത്യേകം, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുത്ത ഒരേ ആത്മാവ് തന്നെ. എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം ഇങ്ങനെയാണ്, ഏതൊരു മനുഷ്യനും മനസ്സിലാകും, ശരീരം ഒന്ന്, പക്ഷെ ആ ശരീരത്തിന് പല അവയവമുണ്ട്. ആ ശരീരത്തിലെ അവയവമാണ് കാലുകൾ, ആ ശരീരത്തിലെ അവയവമാണ് നമ്മുടെ കൈകൾ,
ആ ശരീരത്തിലെ അവയവമാണ് കണ്ണുകൾ, മൂക്ക്, നമ്മുടെ വായ. ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ഒരു മനുഷ്യ ശരീരം. അപ്പം എൻ്റെ കൈ പറയുകയാണ്, ഞാൻ കാലല്ലാത്തതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു യാഥാർത്ഥ്യമല്ല. അപ്പം ഇതെല്ലാം കൂടിച്ചേർന്ന് ഫങ്ഷൻ ചെയ്യുന്നതാണ് ഒരു മനുഷ്യ ശരീരം. എന്നതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. ഇനി ഞാൻ അത് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാം. നമ്മളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, പെരുമാറുന്ന ഒന്നാണ് വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി. എന്താണ് ഇതിൻ്റെ സംഭവം? ഇത് എവിടെയോ ഒരു പ്രൊജക്റ്റിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അവിടെ നിന്നും അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തും സ്റ്റെപ്പ് അപ്പ് ചെയ്തും ട്രാൻസ്ഫോമർ വഴിയൊക്കെ ലൈനിൽ കൂടെ നമ്മുടെ വീട്ടിലെത്തിച്ചേരുന്നു. ഈ വീട്ടിലെത്തിച്ചേരുന്ന വൈദ്യുതിയെ നമുക്ക് ആർക്കും കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. സ്പർശിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഈ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിൽ വന്നു ചേരുന്നു. നമ്മൾ അതിന് ഒരു ബൾബിലേക്ക് അത് ഓൺ ചെയ്യുമ്പോൾ അതിൽ നിർമ്മിച്ചിരിക്കുന്ന ഫിലമെൻ്റാണ്. അതിലേക്ക് ആ വൈദ്യുതി ചെല്ലുമ്പോൾ ആ ബൾബ് പ്രകാശിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അവിടെ ഇലക്ട്രിസിറ്റി ചെന്നു, അത് ആ ബൾബ് ആയതുകൊണ്ട് പ്രകാശിക്കുന്നു. അതേ വൈദ്യുതി നമ്മുടെ വീട്ടിലിരുന്ന് ഫാനിലേക്ക് ചെല്ലുന്നു. അവിടെ പ്രകാശമൊന്നും വരുന്നില്ല. അത് പക്ഷേ കറങ്ങുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള കാറ്റ് നമുക്ക് നൽകി തരികയും ചെയ്യുന്നു. അതേ വൈദ്യുതി നമ്മുടെ വീട്ടിലിരിക്കുന്ന മിക്സിയിലേക്ക് ചെല്ലുന്നു. ആ മിക്സി എന്ത് ചെയ്യുന്നു? അതിൻ്റെ തിട്ട് കൊടുക്കുന്ന സാധനങ്ങളെ പൊടിച്ച് അതിൻ്റെ മെഷീൻ, അതിൻ്റെ മോട്ടർ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം വൈദ്യുതി തന്നെയാണ്. പക്ഷേ അത് ഒരു ബൾബിൽ വരുമ്പോൾ അതിൻ്റെ ഫിലമെൻ്റ് പ്രകാശിക്കുന്നു. ഒരു ഫാനിൽ എത്തിച്ചേരുമ്പോൾ അത് മോട്ടർ വെച്ച് അത് കറങ്ങുന്നു. അത് ഒരു മിക്സിയിൽ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നു. പക്ഷേ ഇതിലെല്ലാം പ്രവർത്തിച്ചത് വൈദ്യുതിയാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരാൾക്ക് അത് പലവിധ ഭാഷകൾ അല്ലെങ്കിൽ അന്യഭാഷ എന്ന് നമ്മൾ പറയുന്ന ആ വരം കിട്ടാത്തത് കൊണ്ട് അവർക്ക് അഭിഷേകമില്ല, കൃപയില്ലെന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. ഇതിൻ്റെ ബാക്കി ഭാഗം രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നതായിരിക്കും. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.